അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ മലാപ്പറമ്പ് ചേതനയിൽ പൊതുജന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ദക്ഷിണ മേഖല IG കെ സേതുരാമൻ IPS പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ യഥാർത്ഥത്തിൽ ശരിക്കും നമ്മൾ ബോധവൽക്കരണം എടുത്തിട്ടില്ല. നമ്മൾ വിചാരിക്കുന്നത് എല്ലാവർക്കും എത്തിക്കാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവം എന്ന് പറഞ്ഞാൽ ഇല്ല. കാരണം സ്കൂൾ ലെവലിൽ പോലും അധ്യാപകർ പല വിഷയങ്ങളും സംസാരിക്കാനായിട്ട് മടി കാണിക്കുന്നു. ഉദാഹരണത്തിന് അവരുടെ കുട്ടികളിലെ ഇതുപോലെ ഡ്രഗ് ഉപയോഗിച്ചതിനെ കുറിച്ച് സ്കൂളിൽ സംസാരിച്ചു കഴിഞ്ഞാൽ സ്കൂളിൽ ചീത്തപ്പേർ ഉണ്ടാവുമോ? കുട്ടികൾക്ക് അങ്ങനെയാണ് പുതുതായിട്ടൊരു ഐഡിയ കിട്ടുമോ? ഇത് ഈ സാധാരണ ശാരീരികമായ അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നിരവധി ഡോക്ടർമാരുണ്ട്, ഹോസ്പിറ്റലുണ്ട്. അതേസമയത്ത് മാനസിക പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴും ഒരു ഹോസ്പിറ്റലിൽ എത്താനായിട്ട് നമുക്ക് മടി കാണിക്കുന്നു. നമ്മൾ വിചാരിക്കുന്നത് മാനസിക പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊന്നും അയാളുടെ കുഴപ്പമാണ്. അത് അങ്ങനെ നമ്മൾ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നാണക്കേട എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സാധാരണ ഹോസ്പിറ്റലിലൊന്നും പോകാറില്ല. യഥാർത്ഥത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ലഹരി ആസക്തിയും ഒരു വിധത്തിലൊരു അസുഖമാണ്. ഈ അസുഖത്തിന് നമ്മൾ സാധാരണ നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് ഞങ്ങളെപ്പോലെ ആൾക്കാർ ഉൾപ്പെടെ അവരൊക്കെ ക്രിമിനൽസായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ നിരവധി ആൾക്കാർ ഡെയിലി ഇതൊക്കെ ശരിക്കും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. സാധാരണ പണ്ടെടുത്ത് നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി പ്രായമുള്ളവരായിരിക്കും. ചേതന, തണൽ, IMA കോഴിക്കോട്, ആൽക്കഹോളിക് അനോണിമസ് എന്നിവർ ചേർന്നാണ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ തണൽ ചെയർമാൻ ഡോക്ടർ AK അബ്ദുൽ ഖാദർ അധ്യക്ഷനായി. സെമിനാറിൽ മദ്യവും മലയാളിയും എന്ന വിഷയത്തിൽ ഡോക്ടർ PN സുരേഷ് കുമാറും, കഞ്ചാവ്, പുകയില, കൊക്കൈൻ എന്ന വിഷയത്തിൽ ഡോക്ടർ അരുൺ ഗോപാലകൃഷ്ണനും ക്ലാസ് എടുത്തു. ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ആ പഴയ ഞാൻ എന്ന സിനിമയും പ്രദർശിപ്പിച്ചു. മലാപ്പറമ്പ് ചേതന ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്.